ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗയാണെങ്കിൽ കാടിനുള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് എത്തുകയാണ്. അതും ഇത് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷം ധരിച്ചാണ് അവൻ പുറത്ത് കടക്കുന്നത്. അവൻ അങ്ങനെ രാത്രി സമയത്ത് പുറത്ത് കടക്കുകയും ലക്ഷ്മി അമ്മയുടെ വീട്ടിലേക്ക് എത്തുന്ന കരോളിൽ പങ്കെടുക്കുകയും ആ സംഘത്തിൽ നിന്നുകൊണ്ട് തന്നെ കത്തിയെടുത്ത് അവരെ കുത്തിക്കൊലപ്പെടുത്താനായിരുന്നു ഗംഗയുടെ ശ്രമം. പക്ഷേ ഈ ലക്ഷ്മി അമ്മയും അതുപോലെ കാർത്തികയും വാതിൽ തുറന്നില്ല. ലക്ഷ്മി അമ്മയുടെ നിർബന്ധത്തിനാണ് കാർത്തിക വാതിൽ തുറക്കാഞ്ഞത്. അങ്ങനെ ആ ഒരു പരിപാടി അവിടെ പാളിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഗംഗ വിട്ടുകൊടുക്കാനൊന്നും തയ്യാറല്ല. താൻ എന്തായാലും ഇവിടെ വന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, അത് നടത്തിയിട്ടേ പോകൂ എന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അതേ വേഷത്തിൽ തന്നെ ഈ കരോൾ സംഘത്തിന്റെ കൂടെയല്ലാതെ ഒറ്റയ്ക്ക് വരികയാണ്. അങ്ങനെ അവരുടെ ഗേറ്റ് എടുത്ത് ചാടുകയും പുറകിലത്തെ വാതിലിൻ്റെ അവിടേക്ക് വരികയും വീടിൻ്റെ വാതിലിൻ്റെ അവിടേക്ക് വരികയും ഒരു കമ്പി എടുത്ത് ആ വാതിൽ കുത്തി തുറക്കുകയും അകത്ത് കടക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അകത്ത് കടന്നിട്ട് അവർ പെട്ടെന്നാണ് ലക്ഷ്മി അമ്മ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതും പെട്ടെന്ന് നമ്മുടെ ഗംഗയെ കാണുന്നതും. അങ്ങനെ കാണുമ്പോൾ ലക്ഷ്മി അമ്മ പേടിക്കുന്നുണ്ട്. അവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കത്തി ഇട്ടിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കത്തിയും എടുത്തിട്ട് അവൻ പാഞ്ഞു വരികയാണ് ലക്ഷ്മി അമ്മയുടെ അരികിലേക്കായിട്ട്. അങ്ങനെ ആ സമയം ലക്ഷ്മി അമ്മ ഒച്ചയെടുക്കുന്നുണ്ട്. എന്തായാലും ലക്ഷ്മിക്ക് അല്ലെങ്കിൽ അപ്പോഴേക്കും അവിടേക്ക് ഒരുപക്ഷെ കാർത്തിക എത്തും. കാർത്തിക് അല്ലെങ്കിൽ ലക്ഷ്മിക്ക് എന്തായാലും കുത്തേൽക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അങ്ങനെ അവരെ കുത്തിയതിനു ശേഷം ഗംഗ അവിടെ നിന്നും ഒരാൾക്കേ കുത്ത് കിട്ടുള്ളൂ. എന്തായാലും അപ്പോഴേക്കും ഒച്ചയെടുക്കണ കേൾക്കുമ്പോൾ അവൻ അവിടെ നിന്നും ഓടി പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അവൻ കാടിനുള്ളിൽ തന്നെ എത്തിപ്പെടുകയും ആ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷം കവറിലാക്കി തന്നെ അവൻ അറിയാത്ത പോലെ ആ കാടിനുള്ളിൽ എത്തി വീടിൽ കയറി അവിടെ ചെന്ന് കിടക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ടും ഈ ഗംഗപ്രസാദ് പുറത്തേക്ക് പോയതോ അതുപോലെ തന്നെ പുറത്തു നിന്നും ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് അകത്ത് വന്ന് കിടക്കുന്നതോ ഒന്നും ആരും അറിഞ്ഞിട്ടുമില്ല. ഇവൻ്റെ സ്വഭാവം ആരും തിരിച്ചറിയുന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരും വരികയും കിരണും കല്യാണിയൊക്കെ വരികയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അപ്പോൾ ഇതാരാണ് ചെയ്തതെന്ന് അവർക്ക് ഇപ്പോഴും ഒരു പിടി കിട്ടാത്തൊരവസ്ഥയാണ്. കാരണം ഗംഗയുടെ മുഖം CCTV-യിൽ ഒന്നും പതിഞ്ഞിട്ടില്ല. ഗംഗയാണെന്ന് അവർക്ക് ഉറപ്പുമില്ല. ഒരു രൂപം, അതും ക്രിസ്മസ് അപ്പൂപ്പൻ്റെ അത്യാവശ്യം തടിയും കാര്യങ്ങളൊക്കെ ഉള്ള രൂപമാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് അത് മനസ്സിലാകുന്നില്ല ആരാണെന്നുള്ളത്. ഇനിയിപ്പോൾ ഗംഗയുടെ കൂടെയുള്ള അവരാരെങ്കിലും ആയിരിക്കുമോ, അല്ലെങ്കിൽ സ്റ്റെഫി പറഞ്ഞയച്ച ആരെങ്കിലും ആയിരിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ അങ്ങനെ നിലനിൽക്കുകയാണ്. എന്തായാലും ലക്ഷ്മി അമ്മ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു വരുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഈ രതീഷ് അവൻ ഇതിന് വേണ്ടിയിട്ട് തേൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ വേലുവിനോട്. അതുകൊണ്ട് തന്നെ വേലു തേനൊക്കെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ രതീഷ് വിളിക്കുകയാണ് വേലുവിനെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ലക്ഷ്മി അമ്മയെ കുത്തിയത് ആരാണ്, അത് ഈ പറയുന്ന ഗംഗയാണോ, അങ്ങനെയാണെങ്കിൽ ഗംഗ ജീവിച്ചിരിപ്പുണ്ടോ, ഗംഗ കാടിനുള്ളിൽ അവിടെ ആ തല്ലി ചതച്ച സ്ഥലത്ത് ഒന്നും കൂടി പോയി നോക്കിയാലോ, ആ സ്ഥലത്താണല്ലോ ഈ വേലുവിൻ്റെ സ്ഥലം, അവിടെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ വേലുവിനോട് ഒന്നും കൂടിയും അവനെ കാണുകയും ചെയ്യാം, അവനോട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ അവർക്കിടയിൽ ചർച്ച വരികയും വേലുവിനെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നുണ്ട്, ഞങ്ങളിങ്ങനെ തേനിന് എത്തുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ പോകുന്നത് വേറെ ആരുമല്ല, കല്യാണിയും കിരണും കൂടിയിട്ടാണ് ഈ പറയുന്ന പുഴയൊക്കെ കടന്ന് അവരവിടേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ തല്ലി ചതച്ച സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അത് കല്യാണിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരവർക്ക് ചുറ്റും നോക്കുകയാണ്. പക്ഷേ ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ അമലുവും ഈ ഗംഗയും കൂടി തോളിൽ കൈയിട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഗംഗ കറക്റ്റ് കാണുന്നുണ്ട് കല്യാണിയും കിരണയും അകലിൽ നിന്ന് കാണുകയാണ്. പെട്ടെന്ന് തന്നെ ഒളിച്ചു നിൽക്കുന്നുണ്ട് അവൻ. അപ്പോൾ അമലു ആണെങ്കിൽ ഫുൾ സപ്പോർട്ട്, അവനെ ഒളിച്ചു നിൽക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ വേലുവിനുമായിട്ട് ഇവരെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേൻ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യുകയാണ്. പിന്നെ വീണ്ടും ഈ ഗംഗയുടെ ഫോട്ടോ കിരൺ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, നോക്കിയേ ഇതുപോലെ ഒരാളെ നീ ഇവിടെ കണ്ടിട്ടുണ്ടോ, ഒന്നും കൂടി ഒന്ന് ഓർത്തു നോക്കിയേ. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു പോയിട്ടുള്ളതാണ്. ഞങ്ങൾ അത്യാവശ്യം നല്ല കഴിവും പൈസയും ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കൾ ഉള്ള കൂട്ടരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുത്തനെ നീ കണ്ടിട്ടുണ്ടോ, ഇവളുടെ അമ്മ എന്ന് പറയുന്നത് പച്ചപ്പാവമായിരുന്നു.
ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു സ്വഭാവമായിരുന്നു ഇവളുടെ അമ്മയുടെ. ആ അമ്മയുടെ ജീവൻ എടുത്തിട്ടാണ്, അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ജീവൻ എടുക്കാൻ നടക്കുന്നവനാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. ഇവളുടെ അമ്മയുടെ ജീവൻ എടുത്തതിന് ശേഷം ഇവളിപ്പോഴാണ് ആ മരണത്തിൽ നിന്ന് ഇപ്പോഴാണ് ഇവൾക്കൊരു ജീവിത തിരിച്ചു വരുന്നത് ഇപ്പോൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഇവൻ ഇപ്പോൾ അവിടെ മറ്റൊരു അപകടം കൂടി ഇപ്പോൾ ഇന്നലെ രാത്രി നടത്തിയിട്ടുണ്ട്. അവിടെ ഒരു കുത്തൊക്കെ ഇവളുടെ ചേച്ചിയുടെ അമ്മയ്ക്ക്, അതായത് ഇവളുടെ അച്ഛൻ്റെ രണ്ടാം ഭാര്യ അല്ല ആദ്യത്തെ ഭാര്യ, ആ ഭാര്യയ്ക്ക് ഇതുപോലെ കുത്തേറ്റിട്ടുണ്ട്. ആ കുത്തേറ്റത് ഇയാളാണോ കൊന്നതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇവൻ ഇങ്ങനെ ഒരു കൊള്ളരുതാത്തവനായത് പോലീസും എല്ലാവരും ഇവനെ വെറുത്തതാണ്. ഞാൻ ഇവനെ തല്ലിച്ചതച്ച് ഈ കാട്ടിൽ കൊണ്ടുവന്നിട്ടതാണ്. ഇവനെന്തായാലും വന്യമൃഗങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇതുപോലെ വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എനിക്ക് സംശയങ്ങൾ പലതാണ്. അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത്, ഇയാളെ നീ ഈ കാട്ടിലെങ്ങാനും കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഈ പറയുന്ന വേലുവിൻ്റെ മുഖത്ത് പല ഭാവങ്ങളും കടന്നു പോവുകയാണ്. പേടിയും അതുപോലെ ഇവർ പറയുന്ന കഥകളൊക്കെ കേട്ടിട്ട് അവന് ദേഷ്യവും ഒക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതൊക്കെ തന്നെ കല്യാണി ശ്രദ്ധിക്കുന്നുണ്ട്. കല്യാണി പറയാണ്, വേലു നിനക്ക് എന്തൊക്കെയോ അറിയാമെന്ന് ഞങ്ങൾക്ക് ഈ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നീ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കും. നിനക്ക് എന്തായാലും ഒരു അപകടവും ഞങ്ങൾ വരുത്തില്ല. ഇങ്ങനെ ഒരുത്തൻ ഈ കാട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്കായിരിക്കും കൂടുതൽ അപകടം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ വേലുവിന് ആകെ സങ്കടം വരികയാണ്. എന്തായാലും വേലു അവരറിയാതെ സത്യങ്ങളെല്ലാം തന്നെ ഇവരെ അറിയിക്കും. ഇങ്ങനെ ഒരാൾ ഈ കാട്ടിൽ വന്ന് പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ തൻ്റെ പ്രാണനായിട്ടുള്ള അമലുവിനെ, അതായത് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ഇപ്പോൾ അവൻ കസ്റ്റഡിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവൾക്ക് എന്നെ അവൻ കാരണം ദേഷ്യമാണ്. ഇവിടെ ഈ കാട്ടിൽ തന്നെയുണ്ട്, പക്ഷെ ഞാനാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നതെന്ന് ഒരിക്കലും അവൻ അറിയരുത്. അവനും മൂപ്പനൊന്നും അറിയാൻ പാടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ കിരൺ എന്തായാലും പറയുന്നുണ്ട്, മൂപ്പനെ എന്തായാലും ഞാൻ അറിയിക്കും, അവരറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ കാട്ടിൽ നിന്ന് അവനെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് കിരൺ എന്തായാലും മൂപ്പനോടും ഇവൻ്റെ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗംഗ ആകെ പെട്ടു പോവുകയാണ്. അതുപോലെ തന്നെ അമലുവും സത്യം അറിയുകയാണ്. ഇങ്ങനെ ഒരാളാണ് ലോകത്തെ ഏറ്റവും പൊട്ട എന്ന് പറഞ്ഞ ഏറ്റവും പൊട്ട ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ഈ ഗംഗ എന്ന്. ഇവൻ്റെ പേര് ഗംഗപ്രസാദ് ആണ് എന്ന് പേര് പോലും ഇവൻ മാറ്റി പറഞ്ഞിട്ടാണ്. പിന്നെ ഇവൻ ശബ്ദമില്ലാത്തവനല്ല, ഇവൻ ശബ്ദമില്ലാത്തവനെ അഭിനയിക്കുകയായിരുന്നു എന്നും തന്നെ ചതിച്ച് അവളുടെ വയറ്റിലൊരു കുഞ്ഞിനെയും കൊടുത്തിട്ടാണ് ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അമലു തന്നെയായിരിക്കും. അമലു എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഗംഗയുടെ കരണം നോക്കി പുകയ്ക്കുകയും അതുപോലെ തന്നെ അമലു തന്നെയായിരിക്കും സത്യങ്ങൾ അറിയുമ്പോൾ കിരണിനെയും കല്യാണിക്കും ഈ ഗംഗയെ പിടിച്ചു കൊടുക്കുന്നതും പോലീസിലും ഫോറസ്റ്റിലും ഒക്കെ അറിയിക്കുന്നതും ഒക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. എന്തായാലും ചെയ്ത തെറ്റിന് അവൾ ഒരുപാട് ഖേദിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വേലു കുഴപ്പമില്ല, നിന്നോട് ഞാൻ പറഞ്ഞു തന്നതല്ലേ കാര്യങ്ങളൊക്കെ, നീ എൻ്റെ വാക്കുകൾ കേൾക്കാതെ ഇങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും വേലു അമലുവിനെ തന്നെ വിവാഹം കഴിക്കും. അവനക്ക് ഒരിക്കലും അമലുവിനെ വെറുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ മൂപ്പൻ്റെ ഭാര്യയൊക്കെ വേലുവിനോട് മാപ്പ് പറയുന്നുണ്ട്. നീ പറഞ്ഞ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ എൻ്റെ മകൾക്ക് ഇങ്ങനെയൊരു ചതി പറ്റില്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവനോട് മാപ്പ് പറയുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്